ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ച് പോലീസ്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് പരിശോധന നടന്നത്. വാഹനത്തിൽ നിന്ന് പെട്ടി പുറത്തിറക്കി പരിശോധിച്ചതോടെ ഉദ്യോഗസ്ഥരോട് നേതാക്കൾ കയർത്തു. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പതിവ് പരിശോധന നടത്തുകയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ? എല്ലാം കൂടെ വേണ്ട, രണ്ടും കൂടെ വേണ്ട. CPM-ന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളങ്ങനെ സൂചിപ്പിക്കാൻ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടിമുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. മോൻ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടിയൊന്നും പരിശോധിച്ചിട്ട് ഇതേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. എംപിമാരുടെ വണ്ടി മാത്രം റാൻഡം ആയിട്ട് എംപിമാരുടെ വണ്ടി ചെയ്തോട്ടെ, UDF-ന്റെ മാത്രം പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ? എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ട, രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ട പണിയെടുക്കണമെങ്കിൽ CPM-ന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളങ്ങനെ സൂചിപ്പിക്കാൻ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. മാണ് ചേരുന്നത്. ശിവദാസ്, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് വാഹനത്തിൽ നിന്ന് പെട്ടി പുറത്തിറക്കി വെച്ച് പോലീസ് പരിശോധിക്കുകയാണൊപ്പം ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും പോലീസിനോട് കയർക്കുന്നുമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? രാഖി, ഇന്നലെ രാത്രി ഏകദേശം 10 മണിയോടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. അതായത് വടപ്പുറത്ത് വെച്ചാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിലുള്ള പരിശോധനകളെല്ലാം തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ നടന്നിരുന്നു. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ബൈപ്പാസുകളിലും അതോടൊപ്പം തന്നെ ചെക്ക് പോസ്റ്റുകളിലും അടക്കം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥരും പോലീസും മറ്റ് എക്സൈസും അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘങ്ങൾ ഈ രീതിയിൽ പരിശോധന നടത്തിയിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൃത്യമായൊരു നിർദ്ദേശം കൂടിയുണ്ട്, ഇത്തരത്തിൽ പരിശോധനകൾ നടത്തണം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു ഈ രീതിയിൽ ഇന്നലെ രാത്രി 10 മണിയോടെ വടപ്പുറത്ത് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലും കൂടെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടി ഉണ്ടായിരുന്നു. കൂടെ ഇവർ 3 പേരും സഞ്ചരിച്ചിരുന്ന ഈ വാഹനത്തിലായിരുന്നു. ഷാഫി പറമ്പിലിൻ്റെ വാഹനത്തിൽ ആണ് ഈ രീതിയിൽ ഒരു പരിശോധന നടത്തിയത്. ആദ്യം ഈ ഉദ്യോഗസ്ഥർ കൈ കാണിച്ചു, അതിനുശേഷം പുറത്ത് ഇറങ്ങി, അതിനുശേഷം ഇവരുടെ പെട്ടി പരിശോധിക്കുകയാണ് ചെയ്തിരുന്നത്. ആദ്യം പെട്ടി പുറത്തേക്ക് എടുത്ത സമയത്ത് ഇത് പരിശോധിക്കേണ്ട എന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു, തിരിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം ഷാഫി തന്നെയാണ് പറഞ്ഞത് ഇത് നിങ്ങൾ പരിശോധിക്കണം എന്ന് പറഞ്ഞു. പിന്നീട് ഈ ഉദ്യോഗസ്ഥരുമായി കയർക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അടക്കമുള്ള യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഫിറോസും അടക്കമുള്ളവർ ചെയ്തിരുന്നത്. ഇതിനുള്ള പാരിതോഷികം സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ പാരിതോഷികം നൽകാം എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. അതായത് അതിനുള്ള കൃത്യമായ ഒരു മറുപടി അല്പസമയം മുൻപും ഇവർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. അതായത് പാരിതോഷികം എന്ന് പറയുന്നത് ജനങ്ങൾ പരാതി നൽകും എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ പരാതി നൽകില്ല എന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പറയുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഇത് സ്വാഭാവികമായൊരു നടപടിയാണ് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം തന്നെ വിശദീകരണം. എന്തായാലും ഇത് പാലക്കാട് ഇതുമായി ഇത്തരത്തിലുള്ള ഒരു വിവാദം ഉണ്ടായിരുന്നു. നീല ട്രോളി ബാഗ്, അത് അന്ന് വലിയ ഒരു ചർച്ചയായിരുന്നു, വലിയ ഒരു വിവാദമായിരുന്നു. അന്നും ഇതുപോലെ രാത്രിയിൽ ഇവർ താമസിച്ചിരുന്ന KPM എന്ന ഹോട്ടലിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇപ്പോൾ ഈ ഒരു പരിശോധന കൂടി വിവാദമായിരിക്കുന്നത്. അല്ലെങ്കിൽ അത് ബോധപൂർവം ഒരു വിവാദമാക്കാനുള്ള ഒരു നീക്കം കൂടി ഇതിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം നമുക്കറിയാം, ഇനി പോളിങ്ങിന് വളരെ കുറച്ച് ദിവസം മാത്രമാണ് ഉള്ളത്, 5 ദിവസം മാത്രമാണ് പോളിങ്ങിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വ്യത്യസ്തമായ വിവാദങ്ങൾ ഉണ്ടാക്കി അത് വോട്ട് ശേഖരിക്കുക എന്നൊരു തന്ത്രം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പെട്ടി വിവാദം വീണ്ടും നിലമ്പൂരിലും ആവർത്തിച്ചിരിക്കുകയാണ് രാഖി. ശിവദാസ്, ഈ പെട്ടിയിൽ പുസ്തകങ്ങളും വസ്ത്രങ്ങളും ഒക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഈ വാഹനം പരിശോധിച്ചു എന്ന സൂചനകളും നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഒരു കാരണവശാലും ഇതിനോട് സഹകരിക്കില്ല എന്ന ഒരു നിലപാട് MLA-യും MP-യും ഒക്കെ സ്വീകരിച്ചിരുന്നു. അപ്പോൾ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പാണ്, അപ്പോൾ തീർച്ചയായും ഒരു വിവാദം സൃഷ്ടിച്ചാൽ അത് വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ?
തീർച്ചയായും ബോധപൂർവം അത്തരത്തിൽ തന്നെയുള്ള ഒരു നീക്കമാണ് ഇതിൻ്റെ പിന്നിൽ നടന്നത് എന്നത് വളരെ വ്യക്തമാണ്. കാരണം ഈ രീതിയിൽ രാത്രി ഏകദേശം 10 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ആ ഒരു അസമയത്ത് ഉള്ള സഞ്ചാരവും ആ രീതിയിൽ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അത് സ്വാഭാവികമായും പരിശോധന നടത്തും. അത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ജോലിയുടെ ഭാഗമായി തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ മണ്ഡലത്തിൽ അത്തരത്തിലുള്ള പരിശോധന വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഇന്നലെയും ഉണ്ടായ ഈ പരിശോധന എന്നത് വ്യക്തമാണ്. സാധാരണ ഈ MP-മാരുടെയും MLA-മാരുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും വാഹനം എല്ലാം തന്നെ അത്തരത്തിൽ സ്വാഭാവികമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ AP അനിൽകുമാർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് പോകാം. ഈ വിഷയത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നമുക്ക് യേശുദാസ് തുടരുക. ഒപ്പം അരുൺ ആലത്തൂരിലേക്ക് കൂടി പോവുകയാണ്. അരുൺ, ഇന്നലെ രാത്രി 10 മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും സഞ്ചരിച്ചിരുന്ന വാഹനം പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നു. അതിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടി വാഹനത്തിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് പരിശോധിക്കുന്നു. ഈ ഉദ്യോഗസ്ഥരോട് MLA-യും MP-യും കയർക്കുന്നുണ്ട്, ഞങ്ങൾ സഹകരിക്കില്ല എന്ന ഒരു മട്ടിലാണ് പ്രതികരണമൊക്കെ. എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? ഇന്നലെ രാത്രി 10 മണിയോടുകൂടെയാണ് സംഭവം. വടപ്പുറം കനോലി പ്ലോട്ടിന് സമീപം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് സ്ഥിരമായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇവിടെ പരിശോധന ഉണ്ടായിരുന്നു, പോലീസിൻ്റെ പരിശോധന ഉണ്ടായിരുന്നു. വാഹനങ്ങളൊക്കെ പരിശോധിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെയും ഒക്കെ വാഹനങ്ങൾ ഇവിടെ കൃത്യമായിട്ട് തന്നെ പോലീസ് പരിശോധിക്കുന്നത് കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി. നമ്മൾ വാർത്താശേഖരണാർത്ഥമൊക്കെ ഈ വഴിയിലൂടെ പോകുമ്പോൾ അത്തരത്തിൽ പോലീസിൻ്റെ പരിശോധന ഇവിടെ കാണാറുണ്ട്. സമാന രീതിയിൽ തന്നെയായിരുന്നു ഇന്നലെ രാത്രി 10 മണിയോടുകൂടെ ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും വന്നപ്പോൾ ആ വാഹനം പോലീസ് തടഞ്ഞു നിർത്തുകയും പരിശോധിക്കുകയും ചെയ്തത്. ആ പരിശോധനയ്ക്കിടെ വാഹനത്തിലൊരു പെട്ടി ഉണ്ടായിരുന്നു. അതും കൃത്യമായിട്ട് തന്നെ പരിശോധിച്ചു. അതിൽ വസ്ത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ പരിശോധന എന്നുള്ളത് നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലായിടത്തും ഇത്തരത്തിൽ പരിശോധനകൾ നടക്കാറുണ്ട് എന്നുള്ളതാണ്. രാജ്യത്ത് തന്നെ എവിടെയും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പരിശോധനകൾ നടത്തുക എന്നുള്ളത് ഒരു സ്വാഭാവിക നടപടിയാണ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു നടപടി തന്നെയാണ് പോലീസ് കൈക്കൊണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ പരിശോധന നടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ഷാഫി പറമ്പിലുമൊക്കെ രോഷാകുലരാകുന്ന ഒരു കാഴ്ചയാണ് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവർ പോലീസിനോട് കയർത്ത് സംസാരിക്കുന്നു. സർവീസിൽ തന്നെ ഉണ്ടാവുമല്ലോ, കാണിച്ചു തരാമെന്ന മട്ടിലുള്ള പോലീസുകാരോട് സംസാരിക്കുന്നു. അത്തരത്തിൽ സംസാരിച്ചതിന് ശേഷം പിന്നീട് ഇവർ ആ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും പലതവണ പെട്ടി എന്തിനു പരിശോധിച്ചു, പെട്ടി എന്തുകൊണ്ടാണ് തൊടുന്നത്, അങ്ങനെയൊക്കെ രീതിയിൽ ആ പെട്ടി എന്ന വാക്ക് പലതവണ സ്ട്രെസ് ചെയ്ത് പറയുന്നു എന്നുള്ളതും നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ഇതിൽ നിന്നൊക്കെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സമാന രീതിയിൽ ഈ കോൺഗ്രസ് പെട്ടി വിവാദം ഉയർത്തിക്കൊണ്ടുവരികയും അവരുടെ പരിശോധന നടത്തിയെന്നും അവിടെ കൃത്യമായിട്ട് തന്നെ ഇവർ കള്ളപ്പണം കടത്തി എന്ന തരത്തിൽ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടന്നിരുന്നത്. അത് പക്ഷേ മാക്സിമം അതിൻ്റെ വിവാദത്തെ കത്തിക്കുകയും അതുവഴി നേട്ടം കൊയ്യാനുള്ള ശ്രമങ്ങൾ UDF-ൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇരവാദം ഉന്നയിച്ചുകൊണ്ട് തങ്ങളെ ഇത്തരത്തിൽ അനാവശ്യമായിട്ട് പോലീസ് പരിശോധനകളും മറ്റും നടത്തി ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെ ഉള്ള തരത്തിൽ, അല്ലെങ്കിൽ കള്ളപ്പണം എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ഒന്നും ലഭിച്ചില്ല എന്ന തരത്തിലൊക്കെ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് അവിടെ വളരെ വ്യാപകമായിട്ട് മാക്സിമം അതിൻ്റെ ഒരു ലാഭം കൊയ്യാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, UDF-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇവിടെ അത്തരത്തിൽ പോലീസിൻ്റെ റൈഡോ മറ്റോ കാര്യങ്ങളല്ല. സ്വാഭാവികമായിട്ടും എല്ലാ വാഹനങ്ങളും തടഞ്ഞു നിർത്തി പരിശോധിക്കാറുണ്ട്. അത്തരത്തിലൊരു പരിശോധനയാണ്. ആ പരിശോധനയെയും രാഷ്ട്രീയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ലാഭം കൊയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയതാണോ ഈ വീഡിയോ ചിത്രീകരണവും ഒപ്പം എന്തിനു പെട്ടി പരിശോധിച്ചു എന്നൊക്കെ തരത്തിലുള്ള പ്രതികരണവും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും സംശയമായിട്ട് ഉയരുന്നത്. ഏതായാലും ഇപ്പോഴും ഇവിടെ നമുക്ക്
കാണാൻ സാധിക്കും. പോലീസിന്റെ പരിശോധനയൊക്കെ ഇപ്പോഴും ഉണ്ട്. ഓരോ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ഇപ്പോഴും കൃത്യമായിട്ട് തന്നെ പോലീസ് പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാന രീതിയിൽ തന്നെയാണ് കാണാൻ സാധിച്ചത്. വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തി പരിശോധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. ഇപ്പോഴും സമാന രീതിയിൽ തന്നെയാണ് ഈ കനോലി പ്ലോട്ടിന് സമീപം പോലീസിൻ്റെ പരിശോധന ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വാഹനങ്ങളും തടഞ്ഞു നിർത്തി ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പാണ്, സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കള്ളപ്പണം ഒഴുക്കുക എന്നുള്ളത് പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകളിലും പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സമാന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നോ മറ്റോ ഒക്കെ അങ്ങനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കള്ളപ്പണം ഒഴുക്കുകയോ അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ മറവിൽ മറ്റ് ലഹരിയോ മറ്റോ ഒക്കെ ഈ മണ്ഡലത്തിലേക്ക് ഒഴുക്കുന്നുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും പരിശോധിക്കുക എന്നുള്ളത് പോലീസിന്റെ ചുമതലയാണ്. അത്തരത്തിലുള്ള പരിശോധന തന്നെയാണ് ഇപ്പോഴും ഈ ഭാഗത്തൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഇന്നലെ രാത്രി ഇത്തരത്തിലൊരു പരിശോധന നടന്നപ്പോൾ ആ പരിശോധനയാണ് നേതാക്കൾക്ക് അലോസരം ഉണ്ടാക്കിയിരിക്കുന്നത്. നേതാക്കൾ പോലീസ് അവരോട് പറയുന്നുമുണ്ട്, ഈ നേതാക്കളുടെ വാഹനമാണ് അല്ലെങ്കിൽ ഇത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് എന്ന് തങ്ങൾക്ക് അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ആ പോലീസ് ഉദ്യോഗസ്ഥർ പോലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേതാക്കളുടെ വാഹനമാണെങ്കിൽ അത് കൃത്യമായി പരിശോധിക്കേണ്ടതാണെന്നുള്ളതാണ്. സാധാരണക്കാരിലുപരി നേതാക്കളുടെ വാഹനം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ കൃത്യമായി പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും തരത്തിലൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി പരിശോധിക്കേണ്ടത് പോലീസിൻ്റെ ചുമതലയാണ് എന്നുള്ളത് തന്നെയാണ്. നിലവിലേതായാലും ഈ പരിശോധന കനോലി പ്ലോട്ട് ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഒരു ഇരവാദം ഉന്നയിച്ചുകൊണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള നീക്കമാണോ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്നുള്ള സ്വാഭാവികമായിട്ട് സംശയവും ഉയരുന്നുണ്ട്. ഇതിനോടകം തന്നെ ഷാഫിയും അതുപോലെ തന്നെ രാഹുലും ഒക്കെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥന് പാരിതോഷികം നൽകുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയ ആ ഭീഷണിയൊക്കെ അത്തരത്തിലുള്ള ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോൾ രാവിലെ ഷാഫിയും രാഹുലും ഒക്കെ ഈ വിഷയത്തിൽ രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സ്വരാജിൻ്റെ ഒക്കെ ഭാഗത്തു നിന്ന് അത് സ്വാഭാവികമായിട്ടുള്ളൊരു പരിശോധനയാണെന്നുള്ള പ്രതികരണം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ഇനി വിഷയത്തിൽ ഇവിടെ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ BJP നേതാക്കളും മറ്റുമൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയമായിട്ട് മാക്സിമം ഉപയോഗിക്കുക എന്നുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ നടത്താൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. പാലക്കാടൊക്കെ ട്രോളി ബാഗും കൊണ്ട് മാർച്ച് ഉൾപ്പെടെ അല്പസമയത്തിനകം നടത്താൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ ഈ മാക്സിമമായി ഈ വിഷയത്തെ കത്തിച്ചു നിർത്തുക, ഒരു ഇരവാദം ഉന്നയിക്കുക എന്നുള്ള നിലയിലേക്ക് ഇതിനെ മാറ്റുക. ഒപ്പം തന്നെ നമുക്കറിയാം ഈ നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ജനകീയ വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ ബൈപ്പാസ്, നിലമ്പൂർ ബൈപ്പാസ് എന്നുള്ളത് ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന 30 വർഷത്തോളമായി ജനങ്ങളെ വലയ്ക്കുന്ന ഒരു പ്രശ്നമാണ്. ഒപ്പം തന്നെ വന്യജീവി പ്രശ്നവും വ്യാപകമായിട്ട് തന്നെ ഈ മണ്ഡലത്തിലുണ്ട്. അങ്ങനെ നിരവധി ജനകീയ വിഷയങ്ങളൊക്കെ ഈ മണ്ഡലത്തിലുണ്ടെങ്കിലും അതൊന്നും ചർച്ചയാവുന്നില്ല. തുടരെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. ആ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മണ്ഡലത്തിൽ. ഇപ്പോഴും നേരത്തെ അത് ജമാഅത്തെ ഇസ്ലാമി ആദ്യം പറഞ്ഞത് മലപ്പുറം എന്ന പേര് പറഞ്ഞുകൊണ്ടുള്ള വിവാദങ്ങളും അതിൻ്റെ അലയൊലികളുമായിരുന്നു ആദ്യഘട്ടത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കിയത് ഇടതുപക്ഷവും UDFും ചേർന്നുകൊണ്ട്. പിന്നീട് രണ്ടാമത് അവർ ചർച്ചയാക്കിയ വിഷയം എന്നുള്ളത് അത് പ്രധാനമായും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ PDPയുമായിട്ടുള്ള കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു രണ്ടാമത് അവർ ചർച്ചയാക്കിയത്. ഇപ്പോഴേതായാലും ഈ ഒരു പെട്ടി വിവാദം എന്നൊക്കെ തരത്തിൽ അല്ലെങ്കിൽ ഈ നേതാക്കളുടെ വാഹനം പരിശോധിച്ചു എന്ന കാര്യത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് അതിൽ ഒരു സംഘർഷം സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പരിശോധനയൊക്കെ ബോധപൂർവം തങ്ങളെ രാഷ്ട്രീയമായിട്ട് ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ മാക്സിമം കത്തിക്കുക, അതിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പുതിയൊരു വിവാദവുമായിട്ട് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം തന്നെ നിലമ്പൂർകാർക്ക് ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞതുപോലെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ പെട്ടി എന്ന വാക്ക് ഉപയോഗിക്കാതെയുള്ള ഒരു പ്രചാരണം കോൺഗ്രസിന് പറ്റില്ല എന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും ഒരു പെട്ടി വിവാദം അവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടണം. സ്വരാജിന്റെ വാഹനം പരിശോധിച്ചപ്പോൾ അദ്ദേഹം സഹകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം സർക്കാർ
അവരുടെ സർക്കാരാണ്, അവരുടെ പോലീസാണ്. തീർച്ചയായും പരാതികൾ സ്വരാജിൽ നിന്ന് ഉണ്ടാവുകയുമില്ല. എന്തായാലും പതിവ് പരിശോധന എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അവിടെ രാഷ്ട്രീയക്കാരെന്നോ സാധാരണക്കാരെന്നോ ഒന്നും തന്നെ വ്യത്യാസമില്ല എന്നുകൂടി പോലീസിനെയും ഓർമ്മിപ്പിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് അരുൺ ആലത്തൂരും ശിവദാസ് കന്മനവുമാണ് നിലമ്പൂരിൽ നിന്ന്.